أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم. الحمد لله. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിലിരിക്കുന്ന ഈ ഒരു പരിപാടിയുടെ ബഹുമാന്യനായ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിച്ച ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബുർ റഹ്മാൻ സാഹിബ്, പരിപാടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ അബ്ദുൽ ഹക്കീം നദ്വി സാഹിബ്, സമാപന ഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഷിഹാബ് പൂക്കോട്ടൂർ സാഹിബ്, വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ അബ്ദുസലാം മൗലവി സാഹിബ്, കെ എം മുഹമ്മദ് ഷാഫി സാഹിബ്, അഷ്റഫ് ബായാർ, മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു കൂടിയിരുത്തത്തെ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. പ്രവാചക സ്മരണ പുതുക്കുന്ന വളരെ സവിശേഷമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകനെ കുറിച്ച്, പ്രത്യേകിച്ച് പ്രവാചകന്റെ കുടുംബജീവിതത്തെക്കുറിച്ച്, വ്യക്തി ജീവിതത്തെക്കുറിച്ച്, പ്രവാചകന്റെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളെ കുറിച്ചൊക്കെയും വളരെ കേട്ടാലറക്കുന്ന രീതിയിലുള്ള അത്തരം ഭാഷയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ എന്തായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു തന്ന കുടുംബ ജീവിതം, വൈവാഹിക ജീവിതം, ഒരു കുടുംബനാഥൻ എന്ന നിലക്ക്, ഒരു ഇണയെന്ന നിലക്ക്, ഒരു പിതാവെന്ന നിലക്ക്, ഒരു വല്യുപ്പ എന്ന നിലക്ക്, ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് എന്നൊക്കെയും പരിശോധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കുടുംബവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും സമീപനങ്ങളുമുണ്ട്. അതിൽ പല വാദങ്ങളും ഇന്ന് നമ്മൾ പറയുന്നത് പോലെ ലിബറലിസം നമ്മുടെ മുന്നോട്ട് വെക്കുന്ന പലതരത്തിലുള്ള അപകടം പിടിച്ച വാദങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. കുടുംബം എന്ന് പറയുന്നത് വളരെ ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ ഈ ലോകത്തിന് ആവശ്യമില്ലാത്ത ഒരു പഴഞ്ചൻ ഏർപ്പാടാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ചില ആശയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളൊരു മറുപടി നമ്മുടെ മക്കൾ കുടുംബജീവിതത്തിന് താല്പര്യപ്പെടുന്നില്ല എന്ന ഒരു മറുപടിയായിരിക്കും. ഗാമോഫോബിയ എന്ന് പറയുന്ന ഒരു ഫോബിയ പിടിപെട്ട ഒരു പുതിയ തലമുറ നമുക്കിടയിൽ ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ള കുടുംബജീവിതം എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പല വാദങ്ങൾക്കും മറുപടി പകരുന്നത് എന്ന ഒരു സംഗതി നമ്മൾ പരിശോധിക്കേണ്ടത് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം, ഇസ്ലാമിനോളം വ്യക്തി ജീവിതത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, ഇണകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇത്രയേറെ സംസാരിച്ച മറ്റൊരു ദർശനത്തെ നമുക്ക് കാണുക സാധ്യമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഗ്യാപ്പുകൾ എന്തുകൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു? ഇണകൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ അസ്വസ്ഥതകൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സംഗതി നാം നമ്മെ തന്നെ, പ്രവാചക ജീവിതത്തെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പരിശോധിക്കുന്നിടത്താണ് അതിന് ഉത്തരം ലഭിക്കുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, വിവാഹത്തിന് ശേഷം ആരംഭിക്കുന്നതാണ് കുടുംബജീവിതം അല്ലെങ്കിൽ വൈവാഹിക ജീവിതം എന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാമിന്റെ സമീപന രീതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തിന് മുന്നേ തന്നെ എങ്ങനെ ആയിരിക്കണം
ഒരാളുടെ ഇണ എന്ന നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഒരു വ്യക്തിക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ എങ്ങനെയുള്ള ഇണയെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വധുവായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്? അവിടെയാണ് പല ഘട്ടത്തിലുള്ള മുൻഗണനകൾ, പ്രിഫറൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാകാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ധനമാകാം, സമ്പത്താകാം, സൗന്ദര്യമാകാം, തറവാട് മഹിമയാകാം. എന്നാൽ ഇതിനേക്കാളൊക്കെയും അപ്പുറത്ത് ദീനിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അത്തരത്തിൽ ദീനി വിജ്ഞാനമുള്ള ഒരു പെണ്ണിനെയാണ് നിങ്ങളുടെ വധുവായി സ്വീകരിക്കേണ്ടത് എന്നുള്ളത് വിവാഹ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. നമുക്കറിയാം, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരു സ്വഹാബി പരാതി പറയുന്ന ഒരു സന്ദർഭം നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നത്, എന്നോട് എൻ്റെ ബാധ്യതകൾ ഈ മകൻ പൂർത്തീകരിക്കുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല തുടങ്ങിയ നമ്മൾ ഇന്ന് പലപ്പോഴും മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളാണ്, പിന്നെ പ്രശ്നങ്ങളാണ്. അതിന് ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ കേൾക്കുന്നുണ്ട്. ആ മകനെ കേട്ടതിന് ശേഷം ആ പിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മകനോടുള്ള ബാധ്യത പൂർത്തീകരിച്ചിട്ടില്ല എന്ന ഒരു വലിയ താക്കീത് കൂടിയാണ്. ആ താക്കീതിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ കുഞ്ഞിന് അല്ലെങ്കിൽ ആ മകന് ഏറ്റവും നല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദീനീ വിജ്ഞാനമുള്ള, അറിവുള്ള ഒരു പെണ്ണിനെ തൻ്റെ ഉമ്മയായിട്ട് നൽകിയില്ല എന്നുള്ളതാണ്. ആ കുഞ്ഞിന്റെ ഉമ്മ ഒരു മജൂസിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ തുടങ്ങി പ്രവാചക ജീവിതം മുന്നോട്ട് വെക്കുന്ന കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓരോ ഘട്ടത്തിലും നമ്മൾ നോക്കൂ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ പറ്റും. നുബൂവത്തിന്റെ ഭാരമേറ്റിക്കൊണ്ട് ഖദീജയിലേക്ക് കടന്നു വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് ഖദീജ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചാനയിക്കുന്നത്? തുടർന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് അവർ പറഞ്ഞു വെക്കുന്ന പല വർത്തമാനങ്ങളുമുണ്ട്. എന്താണ് അവർ പറയുന്നത്? തന്നോടൊപ്പം ഓടിക്കളിച്ച് പന്തയം വെച്ചുകൊണ്ടിരുന്ന ഒരു പ്രവാചകനെ കുറിച്ച്, താൻ കുടിച്ച പാത്രത്തിൽ അതേയിടത്ത് ചുണ്ടുവെച്ച് വെള്ളം കുടിക്കുന്ന പ്രവാചകനെ കുറിച്ച്, തനിക്ക് വേണ്ടി ആ ഒരു നൃത്തം കാണുന്നതിന് വേണ്ടി, പാട്ട് കാണുന്നതിന് വേണ്ടി തൻ്റെ ചുമല് താഴ്ത്തിക്കൊണ്ട് അതിനവസരം നൽകുന്ന ഒരു പ്രവാചകനെ കുറിച്ച്, തൻ്റെ ഇണയെ കുറിച്ച്, ഇങ്ങനെ പ്രവാചക ജീവിതം നമ്മൾ പരിശോധിക്കുന്നിടത്ത് ഒരു കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം, തൻ്റെ ഇണയോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ സുന്ദരമായ ഒരു ചിത്രം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതം വഴി നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, വിവാഹവുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയും വളരെ കൃത്യമായിട്ടുള്ള, വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിയമനിർദ്ദേശങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതം വഴി നമുക്ക് മുന്നിൽ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രവാചകധ്യാപനങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയേറെ മാതൃകകൾ നമുക്ക് മുന്നിലുണ്ടായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളിടത്താണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന ഒരു സദസ്സിൽ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലെ, നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? പ്രവാചകൻ നൽകുന്ന മറുപടി എന്താ? മറ്റാരെക്കുറിച്ചുമല്ല പറയുന്നത്, പക്ഷെ പറയുന്നത് എൻ്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ്, ആയിഷയോടാണ് എന്നുള്ളതാണ്. വീണ്ടും ചോദിക്കുന്നുണ്ട്, പിന്നെ ആരോടാണ്? റസൂൽ നൽകുന്ന മറുപടി ആയിഷയുടെ പിതാവിനോട് എന്നുള്ളതാണ്. അഥവാ ഓരോ വാക്കുകൾ പ്രയോഗിക്കുന്നിടത്തു പോലും തൻ്റെ ഇണയോടുള്ള സ്നേഹത്തെ ഏറ്റവും സുന്ദരമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു കാട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കിവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് നമ്മൾ ചോദിക്കാം, അല്ലെ, ഫോർ എക്സാമ്പിൾ നമ്മളൊന്ന് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്ന ചോദ്യത്തിന് നമ്മളിൽ എത്ര പേർ വളരെ ഒരു ഗൗരവവുമില്ലാതെ, വളരെ സിമ്പിളായിട്ട്, വളരെ കൂളായിട്ട് എൻ്റെ ഇണയോട് എന്ന മറുപടി പറയുവാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് നമ്മുടെ ആത്മാവിൽ കൈവച്ചുകൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കാം. ചില സമൂഹവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ഭാരങ്ങൾ നമുക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഇവിടെയാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ പ്രസക്തി.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണകളെ അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ആയാത്തുകളിൽപ്പെട്ട ഒന്നായിട്ടാണ് എന്നുള്ളതാണ്. ആ ആയാത്തുകൾ മുന്നോട്ട് പോകുന്നിടത്ത്, നിങ്ങൾ ഇണകളായി ജീവിക്കുന്നിടത്ത് നിങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് മവദ്ദത്തും റഹ്മത്തുമാണ് എന്ന് പ്രവാചകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്. ഇതില്ലാത്ത എല്ലാ ദാമ്പത്യ ബന്ധങ്ങളും അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പുഴുക്കുത്തുകളും അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുമെന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പല പോയിന്റുകളെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. മവദ്ദത്തിനെയും റഹ്മത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നിർവചിക്കുന്നുണ്ട് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട് എന്ന ചോദ്യം ഈ ഒരു കാലഘട്ടത്തിലും ഏറെ പ്രസക്തമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ നോക്കുക, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തില് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് തൻ്റെ പത്നിയായിട്ടുള്ള ഉമ്മു സലമയിൽ നിന്നാണ്. നമ്മൾ കേവലം അത് ഒരു ഉപദേശമായിട്ടും അല്ലെങ്കിൽ അതിനെ പ്രവാചകൻ സ്വീകരിച്ചു എന്നുള്ളതിനും അപ്പുറത്ത് ചിന്തിക്കുകയില്ല. പക്ഷെ നാം പരിശോധിക്കുക, ഏറ്റവും പൊളിറ്റിക്കൽ ശക്തിയുള്ള, ഏറ്റവും രാഷ്ട്രീയമായി ഏറെ ശക്തിയുള്ള ഒരു സന്ദർഭത്തിലാണ് ഒരു ഒരു ടേൺ ഓവർ ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് ഇസ്ലാം കടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വന്തം പത്നിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളിടത്തു കൂടിയാണ് ഈ ഒരു ഉപദേശം കേൾക്കലിന്റെ ഈ നിർദ്ദേശം സ്വീകരിക്കലിന്റെ പ്രസക്തി എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇണകളെ കേട്ടുകൊണ്ട്, തൻ്റെ ഇണകളെ എല്ലാ അർത്ഥത്തിലും എങ്ങനെയാണ് താനും തൻ്റെ ഇണയും തമ്മിലുള്ള ബന്ധമുണ്ടാകേണ്ടത് എന്ന് ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയിൽ അതിനെ ആവിഷ്കരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് എന്നുള്ളത് വളരെ സുന്ദരമായ ചിത്രമായിട്ട് നമുക്ക് മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും കാണുന്ന അല്ലെങ്കിൽ പലപ്പോഴും നമുക്കിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങളായിരിക്കും പലപ്പോഴും സംഭവിക്കുക. ഏതൊരു വിഷയങ്ങളിലും ആവട്ടെ, അത് നമ്മുടെ അല്ലെങ്കിൽ കേവലം ഒരു വിഭാഗത്തിന്റെ തീരുമാനങ്ങൾക്കപ്പുറത്ത് അഭിപ്രായങ്ങൾ പറയുവാൻ, നിർദ്ദേശങ്ങൾ പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രവാചകൻ വ്യതിരിക്തനാകുന്നത് എന്നുള്ളതാണ്. പ്രവാചകൻ ഇവിടെയാണ് മാതൃകകൾ കാണിച്ചു തരുന്നത്. അങ്ങനെയല്ല, മറിച്ച് കുടുംബത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത്, നിങ്ങളുടെ കുടുംബത്തെ കേൾക്കുന്നിടത്ത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഏകാധിപതിയല്ല കുടുംബനാഥൻ എന്നും, മറിച്ച് നിങ്ങളുടെ കുടുംബനാഥയെ കേട്ടുകൊണ്ട്, നിങ്ങളുടെ മക്കളെ കേട്ടുകൊണ്ട്, അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൂടി ആയിരിക്കണം നിങ്ങളൊരു തീരുമാനമെടുക്കുന്നത് എന്ന ഒരു സംഗതി കൂടിയാണ് പ്രവാചക ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലൂടെയും കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. നോക്കൂ, നമുക്കിന്ന് ഏറ്റവും കൂടുതൽ പരാതികളുള്ളത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ മക്കളെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾ വലിയ രീതിയിൽ നമ്മളിൽ നിന്ന് ഒരു വലിയ ഗ്യാപ്പ് നമുക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീടകം എന്ന് പറയുന്നത് ഓരോ മുറികളിൽ ഓരോ തുരുത്തുകൾ മാത്രമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു സന്ദർഭം, ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു കുട്ടിയുടെ പരാതിയും പറഞ്ഞുകൊണ്ട് ഒരു മാതാപിതാക്കൾ കടന്നു വരുന്നുണ്ട്. ഹറമുൽ ഹുസൈദി എന്നാണ് ആ ഒരു കുട്ടിയുടെ പേര്. ആ കുട്ടിയെക്കുറിച്ച് ആ മാതാപിതാക്കൾ പറയുന്ന പരാതി, റസൂലെ, ഈ കുട്ടി ഞങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, അവനെ നമസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ അവന്റെ മുടി നോക്കൂ നിങ്ങൾ, ആ മുടി ഇങ്ങനെ നീട്ടി വളർത്തിയിരിക്കുകയാണ്, അവൻ ആ മുടി മുറിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുള്ളതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മകനെ തൻ്റെ അടുത്തേക്ക് മറ്റൊരു സന്ദർഭത്തിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് വളരെ സുന്ദരമായിട്ട്, വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞുമകനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് റസൂൽ നൽകുന്ന ഉപദേശം, എൻ്റെ മോനെ, നീ നിന്റെ മുടിയും കൂടി മുറിച്ചിരുന്നെങ്കിൽ എത്ര സുന്ദരമായിരിക്കും നിന്നെ കാണാൻ എന്നുള്ളതാ. നമ്മൾ നോക്കൂ, എത്ര സുന്ദരമായിട്ടാണ് ഒരു പ്രശ്നത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കുന്നത്. ആ ഒരൊറ്റ സൗമ്യമായ വാക്കിലൂടെ, ആ സൗമ്യമായ നിർദ്ദേശത്തിലൂടെ, ഉപദേശത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരിക്കണം മാതാപിതാക്കൾ തങ്ങളുടെ മക്കളോട് സമീപനം ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു തരത്തിലുള്ള എല്ലാ ധാരണകളെയും ഇല്ലാതാക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മക്കളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കളെ ഏതർത്ഥത്തിൽ നമ്മൾ കുറച്ചൊക്കെ ഭയങ്കരമായിട്ട്
ദേഷ്യം പിടിച്ചാലോ അല്ലെങ്കിൽ ഒരു ഗൗരവത്തോട് നിന്നാൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കുള്ളൂ എന്നുള്ള ഒരു തെറ്റായ പൊതുധാരണ നമ്മളെ പിടികൂടിയിട്ടുണ്ട്. ഇവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് വഴികാട്ടി തരുന്നത്. റസൂൽ എങ്ങനെയാണ് തൻ്റെ മക്കളോട് പെരുമാറിയത്. ഫാത്തിമ ബീവിയെ കാണുമ്പോൾ സ്നേഹിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടെ ഓടി നടന്നുകൊണ്ട് ആ സദസ്സിൽ നിന്ന് ഫാത്തിമയുടെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് സദസ്സിലേക്ക് ഇരുത്തി സ്നേഹചുംബനങ്ങൾ നൽകുന്ന റസൂലിനെ നമുക്ക് കാണാൻ പറ്റും. പേരക്കുട്ടികള് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ മുതുകിൽ കിടന്ന് കളിക്കുമ്പോൾ നമസ്കാരം ദീർഘിപ്പിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇങ്ങനെ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശിശു പരിപാലനം എന്നുള്ളതിനെ കുറിച്ച്, മക്കളെ പരിപാലിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഫ്ലെക്സിബിൾ ആയിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെയും ബലം പിടിച്ച് ഇവിടെയും ബലം പിടിച്ച് മുന്നോട്ട് പോകുന്നിടത്തല്ല, മറിച്ച് എല്ലാത്തിനോടും ഏറ്റവും കൂളായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റിക്കൊണ്ട് വളരെ എല്ലാത്തിനോടും ഏറ്റവും നല്ല പോസിറ്റീവായി ഇടപെട്ടുകൊണ്ടുള്ള ഒരു സമീപന രീതിയെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രവാചകന്റെ കുടുംബജീവിതം നമുക്ക് മുന്നിൽ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മക്കൾക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന നീതി, മക്കൾക്ക് ലഭിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പലതിനെക്കുറിച്ച് നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നതാണ് മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കുക എന്നുള്ളത്. ഈ അടുത്ത് ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പസിൽ സംസാരിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ ആ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവരോട് ചോദിച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തോട് യോജിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകുന്ന ഒരു മറുപടി ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവർ നൽകുന്ന മറുപടി, ഞങ്ങളുടെ വീടകങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. മക്കൾ എന്ന നിലക്ക് ആൺകുട്ടിയോടും പെൺകുട്ടിയോടും ഉള്ള സമീപന രീതികളിലുള്ള മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ വളരെ സങ്കടകരമാണ് എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണമായിട്ട് കുട്ടികൾ പറഞ്ഞു, ചിലപ്പോൾ അതിൽ പല മാറ്റങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ടാവുമായിരിക്കും. ഒരു ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്നോട് എൻ്റെ ഉമ്മ പറയും, അവൻ്റെ പ്ലേറ്റും കൂടി എടുത്തു കൊണ്ടുപോയി കഴുകി വെക്ക എന്ന് എൻ്റെ ഉമ്മ എന്നോട് പറയും. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട്, ഒരു ആണായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കലുണ്ട് എന്ന് ഒരു പെൺകുട്ടി പറഞ്ഞു വെച്ചു. അത്തരത്തിലുള്ള കുറെ പെൺകുട്ടികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, സമീപന രീതികളിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു തലമുറയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന, അവരിലേക്ക് അപകർഷതാബോധം കടത്തിവിടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രവാചകന്റെ പല അധ്യാപനങ്ങളും നമ്മിലേക്ക് കടന്നു വരേണ്ടത്. ഒരു സദസ്സിലേക്ക് ഒരു സ്വഹാബിയുടെ ആൺകുട്ടിയും പെൺകുട്ടിയും കടന്നു വരുന്ന ഒരു ചരിത്രം നമുക്കറിയാം. തൻ്റെ സ്വന്തം ആൺകുട്ടിയെ അവനെ ഏറ്റെടുത്തുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് അവനെ ചുംബനം നൽകിക്കൊണ്ട് ഒരു വശത്തേക്ക് തൻ്റെ മടിയിലേക്ക് ഇരുത്തുന്ന ആ സ്വഹാബി തൻ്റെ മകൾ വന്നപ്പോൾ എങ്ങനെയാണ് സമീപിച്ചത് എന്നുള്ളതിനെ തിരുത്തുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയല്ല, ആ പെൺകുഞ്ഞിനെ തൻ്റെ ഒരു വശത്തേക്ക് ഇരുത്തുന്ന സുഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ മകനോട് എങ്ങനെയാണോ നിങ്ങൾ പെരുമാറിയത് അതുപോലെ നിങ്ങളുടെ ഈ പെൺകുട്ടിയോടും പെരുമാറേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് മക്കളുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ വളരെ കൃത്യതയോടുകൂടി വളരെ നീതിപൂർവം മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതും കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള സമീപന രീതികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള കാലഘട്ടത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, തീർത്തും ജാഹിലിയ കാലഘട്ടം അല്ലെങ്കിൽ തീർത്തും ജാഹിലിയാപരമായിട്ടുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. പെൺകുഞ്ഞ് അപമാനമായിട്ട് കരുതുന്ന, പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുന്നത്, നിങ്ങളിൽ 3 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് അതിന് എല്ലാവിധ ബൗദ്ധിക സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് അവരെ വിവാഹം കഴിപ്പിച്ചയക്കുകയാണെങ്കിൽ ആ പിതാവിന് സ്വർഗമുണ്ട് എന്ന് റസൂല് പഠിപ്പിക്കുന്നുണ്ട്. സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, റസൂലെ 2 ആണെങ്കിലോ 1 ആണെങ്കിലോ എന്നൊക്കെ സുഹാബികൾ റസൂലിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉത്തരം,
നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങി പിന്നെ ഓരോ ഘട്ടത്തിലും, ഒരു സ്ത്രീയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീ അവസ്ഥകളെ പരിഷ്കരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പഠിക്കുമ്പോൾ നമുക്ക് കേവലം പ്രവാചക പത്നി എന്ന ഒരു ബൈനറിയിൽ മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹയെ പരിചയപ്പെടാൻ കഴിയുന്നത്. അതിനപ്പുറത്ത് പല തരത്തിൽ അന്ന് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പല തെറ്റായ പൊതുധാരണകളെയും പൊളിച്ചെഴുതുന്ന ഒരു ആയിഷയും കൂടി നമ്മളതിൽ പരിശോധിക്കേണ്ടതുണ്ട്. കേവലം പല എത്രയോ ഹദീസുകൾ നിവേദനം ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് നമ്മൾ പറഞ്ഞു ചുരുക്കുന്നിടത്ത് നിന്ന് അറിവധികാരം അല്ലെങ്കിൽ അറിവിന്റെ പ്രസരണം കേവലം പുരുഷന്മാരിൽ മാത്രം കേന്ദ്രീകൃതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അറിവിന്റെ വിഷയത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരു വർത്തമാനമുണ്ട്, ഒരു അധ്യാപനമുണ്ട്. നിങ്ങൾ ദീനിന്റെ മൂന്നിലൊന്ന് ഹുമൈറയിൽ നിന്ന് പഠിക്കുക, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണത്. അഥവാ അന്നോളം ആ സമൂഹത്തിൽ വ്യാപിച്ചിരുന്ന, അന്നോളം ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള തോന്നലുകളെയും എല്ലാ തരത്തിലുള്ള നരേഷനുകളെയും ഈ ഒരൊറ്റ വർത്തമാനം പൊളിച്ചെഴുതുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ അർത്ഥത്തിൽ അറിവിനെ കുറിച്ച് അല്ലെങ്കിൽ അറിവിനെ പ്രസരണം ചെയ്യുന്നിടത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട്, ത്വലാഖുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി എല്ലായിടത്തും സ്ത്രീക്ക് ശബ്ദമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ അവൾക്ക് ധൈര്യം പകർന്ന, ശക്തി പകർന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാലത്തെയും സ്ത്രീ വിമോചകനാണ് എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവുമില്ല എന്നുള്ളതാണ്. ഇന്ന് ഒരു സംഘടനയുടെ സംസ്ഥാന നേതാവ് ഒരു സ്ത്രീയാണ് എന്ന നിലക്ക് പല ആഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള എത്രയോ ഉദാഹരണങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് സാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫ്ലോറൻസ് നൈറ്റിംഗലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 19ാം നൂറ്റാണ്ടിൽ ഈ ലോകത്ത് വലിയ രീതിയിൽ ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വനിതയാണ് അവര്. ആതുര ശുശ്രൂഷ മേഖലയിൽ തൻ്റെതായ ഒരു ഇടം ഉള്ള വനിതയാണ്. നഴ്സസ് ഡേ ആചരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേര് കൂടിയാണ് അവരുടേത്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇസ്ലാമിക ചരിത്രം പരിചയപ്പെടുത്തിയ ഒരു പേരുണ്ടായിരുന്നു. ആ പേരെന്ന് പറയുന്നത് റുഫൈദ എന്ന പേരാണ്. എത്ര പേർക്ക് റുഫൈദ എന്ന പേരിനെ കുറിച്ച് അറിയാം? എത്ര ആളുകൾക്ക് റുഫൈദ എന്ന ഒരു ഡോക്ടറെ കുറിച്ച് അറിയാം, ഒരു നഴ്സിനെ കുറിച്ച് അറിയാം എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയുടെ തൊട്ടടുത്ത് അവർക്ക് വേണ്ടി ഒരു തമ്പ് പ്രത്യേകം ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഓരോ യുദ്ധങ്ങളും നടക്കുന്ന സന്ദർഭത്തിൽ ആ യുദ്ധങ്ങളിൽ പടയാളികൾക്ക് മുറിവ് സംഭവിക്കുമ്പോൾ അത് വെച്ച് കെട്ടുന്നതിന് വേണ്ടി റുഫൈദ റളിയല്ലാഹു അൻഹ പ്രവാചക സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ സംഘത്തിൽ ഓരോ പടയാളികൾക്കും നൽകുന്ന യുദ്ധവിഹിതങ്ങളിൽ ഒന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുഫൈദ റളിയല്ലാഹു അൻഹക്കും നീക്കി വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ചരിത്രം. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ എത്രയോ ചരിത്രങ്ങൾ നമുക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേവലം നാം ഇപ്പോൾ അറിയുന്ന ചില പേരുകൾ മാത്രമല്ല, അതിനപ്പുറത്ത് പല പേരുകളിലേക്കും വ്യാപിക്കുന്ന, അതിനുശേഷം എത്രയോ തലമുറകളിലേക്ക് വ്യാപിക്കുന്ന പ്രവാചക വിമോചനത്തിന്റെ ശക്തി അത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയുവാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുടുംബമെന്ന ഒരു ദൈവിക സ്ഥാപനമാണ്. ഈ ദൈവിക സ്ഥാപനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അത് വിവാഹത്തിലൂടെ രൂപപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ഒരു കുടുംബനാഥനുണ്ട്, ഒരു കുടുംബ ജീവിതമുണ്ട്, ഒരു വൈവാഹിക ജീവിതമുണ്ട്, ഒരു കുടുംബനാഥനുണ്ട്, നാഥയുണ്ട്, ഒരു ഇണയുണ്ട്, ഒരു പിതാവുണ്ട്, ഒരു വല്യുപ്പയുണ്ട് എന്ന് തുടങ്ങി പല മേഖലകളുമുണ്ട്. ഇതിലേക്കൊക്കെയും കടന്നു ചെന്നുകൊണ്ട് ഇതിനെയൊക്കെയും പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകകളിൽ മുൻനിർത്തിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളത് കൂടി ഈ ദൈവിക സ്ഥാപനം ഈ ലോകത്ത് നിലനിർത്തുക എന്ന് പറയുന്ന ആ പണിയിലൂടെ, അല്ലെങ്കിൽ ആ പണി ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇതിനെയൊക്കെയും നീതിപൂർവം ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കുക എന്നതിലേക്ക് കൂടിയാണ് നമ്മൾ ആ ദൈവിക സ്ഥാപനം നിലനിർത്തുന്നു എന്ന് പറയുവാൻ നമുക്ക് അർഹതയുള്ളൂ എന്നുള്ളതാണ്.
അതിനായി മാറ്റങ്ങൾ വരുത്തുക. നമുക്കിടയിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുടുംബ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ, മക്കളുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിൽ തിരുത്തലുകൾ വേണ്ടെടുത്ത് തിരുത്തലുകൾ വരുത്തിക്കൊണ്ട്, മാറ്റങ്ങൾ വേണ്ടെടുത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അമേരിക്കയിലെ ഒരു റെഡ് വുഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തെ ഏറ്റവും ഉയരമുള്ള ഒരു വൃക്ഷമാണത്. കേവലം 4-5 അടി മാത്രമാണ് അത് ഭൂമിക്കടിയിലേക്ക് അതിന്റെ വേരുകൾ ആഴ്ത്തുന്നത്. പക്ഷെ എങ്കിൽ പോലും ഏത് കൊടുങ്കാറ്റടിച്ചാലും ഏത് പ്രളയം വന്നു കഴിഞ്ഞാലും അത് താഴെ വീഴുകയില്ല, ഉലഞ്ഞു വീഴുകയില്ല. അതിന്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് ആ വൃക്ഷം അത്തരത്തിലുള്ള പല വൃക്ഷങ്ങളുമായിട്ട് അതിന്റെ താഴേക്കിടയിലുള്ള വേരുകൾ കൊണ്ട് പരസ്പരം കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏത് പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ആ മരം വീണുപോകില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കുടുംബജീവിതം എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കേണ്ടുന്ന ഒന്നാണ്. പരസ്പരം വേരുകൾ കൊണ്ട്, പരസ്പരം സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, വിട്ടുവീഴ്ച കൊണ്ട് ആ വേരുകളെ അല്ലെങ്കിൽ അതിനെ വേരുകളാക്കിക്കൊണ്ട് പരസ്പരം കെട്ടിപ്പിണഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പോറലുകൾ ഏൽപ്പിക്കുകയില്ല. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച ആ കുടുംബം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിയും. അതിന് ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കൂടി അതിലൂടെ നമുക്ക് ലഭ്യമാകും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.